മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കുള്ള ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടിക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് മുൻപുള്ള താരത്തിന്റെ അവസാന ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ടായിരുന്നു. 2013 അമിതാഭ് ബച്ചനൊപ്പം ഒരു പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് താരം വീണ്ടും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പല പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അടുത്തിടെ സല്ലാപം എന്ന പേരിൽ ഒരു പുസ്തകവും താരം പ്രസിദ്ധീകരിച്ചു. ദിലീപുമായുള്ള വിവാഹശേഷം മഞ്ജു പൂർണ്ണമായും മലയാള സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള മഞ്ജുവിന്റെ തിരിച്ചുവരവിലൂടെ ഗംഭീര പ്രകടനങ്ങളും മേക്ക് ഓവറുമാണ് താരം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. 2014 റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ മഞ്ജുവിന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സഫാരി ടിവിയിലെ പരിപാടിക്കിടെയായിരുന്നു കൈതപ്രം ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. സല്ലാപം എന്ന സിനിമ തന്റെ നാഴികക്കല്ലാക്കിയ ചിത്രമായിരുന്നുവെന്നും മഞ്ജുവിനെ ഈ പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് തന്റെ ഭാര്യയായിരുന്നുവെന്നും കൈതപ്രം പറയുന്നു. തന്റെ ഭാര്യ പയ്യന്നൂരിൽ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിച്ച മാസ്റ്ററുടെ നമ്പർ വാങ്ങിച്ച് മഞ്ജുവിനെ ലോഹിതദാസിന് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നുവെന്നും അപ്പോൾ തന്നെ മഞ്ജുവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നുവെന്നും കൈതപ്രം പറയുന്നു. ആ സമയത്ത് ഉണ്ണിയുടെ പ്രൊഡക്ഷൻ മാനേജറായി ഒരു പയ്യൻ ഉണ്ടായിരുന്നുവെന്നും അയാൾക്ക് മഞ്ജുവിനോട് സെറ്റിൽ വെച്ച് അടുത്തു പെരുമാറാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അയാൾ പ്രൊഡ്യൂസറാണെന്ന് കരുതിയാണ് മഞ്ജു ഇടപഴകുന്നതെന്ന് താൻ ആദ്യമൊക്കെ കരുതിയിരുന്നുവെന്നും കൈതപ്രം പറയുന്നു. എന്നാൽ ഒരു ദിവസം മഞ്ജുവിനെ കാണാതായെന്നും തിരച്ചിലിനിടയിൽ ഈ പയ്യനും ഉണ്ടായിരുന്നില്ല എന്നും ഇവർ രണ്ടുപേരും എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്നന്വേഷിച്ച് എല്ലാവരും നടന്നുവെന്നും എന്നാൽ ആ പയ്യൻ അറിയാവുന്ന ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെ ഉണ്ടായിരുന്നുവെന്നും അവസാനം ഇരുവരെയും ആ വീട്ടിൽ നിന്ന് കണ്ടെത്തി ഉപദേശിച്ച് ശരിയാക്കുകയായിരുന്നുവെന്നും കൈതപ്രം പറയുന്നു. അങ്ങനെയാണ് പിന്നീട് ഷൂട്ടിംഗ് പുനരാരംഭിച്ചതെന്നും ആ പയ്യനായിരുന്നു മഞ്ജുവിന്റെ ആദ്യത്തെ കാമുകനെന്നും കൈതപ്രം പറഞ്ഞു വെക്കുന്നു.